എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് സെക്ഷൻ 22 സെക്ഷൻ 22 കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഫില്ലിംഗ് ഒരുമിച്ച് വേണ്ട ഒന്നോ രണ്ടോ മൂന്നോ പേരെ ഫില്ല് ചെയ്യുന്ന ബാധിക്കുന്ന സാഹചര്യം സുപ്രീം കോടതി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ സുപ്രീം കോടതിയുടെ മുൻപിൽ സമയമല്ല ഒന്ന് പറയാമോ നിങ്ങൾ ഈ പറഞ്ഞ നെടുങ്കൻ ഇംഗ്ലീഷ് അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചാണ് ഡോക്ടർ അരുൺകുമാർ നിങ്ങൾ ഈ പറഞ്ഞ നെടുങ്കൻ ഇംഗ്ലീഷുള്ള വാചകം എന്റെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോ പൈസയും നിങ്ങൾ ചുമതലപ്പെടുത്തിയ വക്കപ്പോടുകാര് എഴുതി കൊടുത്തില്ല ഒന്ന് പറഞ്ഞേ അരുൺകുമാർ പൂർത്തിയാക്കൂ ചിദംബരേശ്വരന്റെ വക്കീൽ എവിടുന്ന വന്നേ എന്നോട് 2 തവണ ദേവസ്വം ബോർഡിന്റെ വക്കീലിന്റെ വെക്കപ്പോഴും അല്ല ഹംസ എന്തുകൊണ്ട് അല്ല എന്തിനാണ് മിസ്റ്റർ ഈ അലമ്പാക്കുന്നത് നിങ്ങൾ കേൾക്കൂ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാകും ഇന്നലെ ഇന്ന് ഞാൻ കാണുന്നതല്ലേ അങ്ങ് വരിക ഒറ്റ കാര്യമുള്ളൂ സുപ്രീം കോടതി അല്ല ഒന്നും എന്തൊരലമ്പ് സുപ്രീം കോടതിയിൽ ഹംസ കൊടുത്ത ഈ SLPയിൽ സെക്ഷൻ 14 ഞങ്ങൾ അനുസരിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്ന ഒരു വാദം എന്നോട് ചോദിച്ചു. അതെന്താ പറഞ്ഞേ? നോമിനേഷൻ ഓഫ് ദി ഗവൺമെന്റ്, അതായത് സെക്ഷൻ 14 പ്രകാരം വഖഫ് ബോർഡിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കും, ബോർഡ് അംഗീകരിക്കുമെന്ന. ബോർഡല്ല നിയമനം നടത്തുന്നത്, അത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. സെക്ഷൻ 14 അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന ഏത് നോമിനേഷനും ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഇപ്പോൾ 2 നോമിനേഷൻ നടന്നിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് നിലവിൽ തെരഞ്ഞെടുത്ത ബോർഡിന്റെ പ്രവർത്തനത്തെ അസാധുവാക്കരുത്. അതാണ് ആ പാരഗ്രാഫ് മൊത്തത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അത് ശരിയായ വാദം തന്നെയാണ്. ഒരിക്കലുമല്ല താങ്കൾ ഈ പറഞ്ഞ ഇംഗ്ലീഷിലെ നെടുങ്കൻ ഡയലോഗ് താങ്കൾ വായിച്ചു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയും. ഈ ഇരട്ടത്താപ്പൊക്കെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടുന്നുള്ളൂ കേട്ടോ. സുപ്രീം കോടതിയിൽ ഈ വാചകം ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഇത് നിങ്ങളുടെ വക്കീലന്മാരെ പറഞ്ഞു ഇങ്ങനെ എഴുതണം. ഒന്ന് വായിക്കോ വാചകം. ഞങ്ങൾക്ക് എതിർപ്പില്ല. അത് സംസ്ഥാന സർക്കാരാണ് ഇത് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്താൽ സെക്ഷൻ 14 അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് തന്നെയാണല്ലോ ഹംസ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സംസ്ഥാന സർക്കാർ മുസ്ലിം ഇതര വിഭാഗത്തിലുള്ളവരെ നോമിനേറ്റ് ചെയ്താൽ പറഞ്ഞു പഠിപ്പിച്ച് പറഞ്ഞേക്കണ്ടേ? അവരുടെ വക്കീലന്മാരെ പഠിപ്പിക്കണ്ടേ? ചാനൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് സുപ്രീം കോടതിയോട് എന്താ മിസ്റ്റർ സുപ്രീം കോടതിയിൽ പോയത് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ മുസ്ലിം ഇതര ആളുകളെ ഉൾക്കൊള്ളിക്കാതെ സെക്ഷൻ 14 എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കേസ് സംസ്ഥാന സർക്കാരോട് നിലപാട് അതിൽ ഈ ബോർഡിനും ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാണ് കോടതിയിൽ പോയതെന്ന് ചോദിച്ചോളൂ. ശരി അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡിബേറ്റ് വിത്ത് മാധു സജി.